ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, ആത്മീയതയുടെ മറവിലെ തട്ടിപ്പുകൾ നമ്മൾ പിടിക്കുന്നതും പുറത്തു കൊണ്ടുവരുന്നതും പുതിയ സംഭവമൊന്നുമല്ല. പ്രത്യേകിച്ച് കേരളത്തിൽ ഹജ്ജിന്റെ പേരിൽ നടക്കുന്ന തട്ടിപ്പുകൾ നമുക്കറിയാം. ഉംറയുടെ പേരിൽ നടക്കുന്ന തട്ടിപ്പുകൾ നമുക്കറിയാം. ഹജ്ജിന്റെ പേരിൽ ഇത്ര ലക്ഷം രൂപ, കഅബയുടെ തൊട്ടടുത്ത് താമസം, ഇന്ത്യൻ ഫുഡ്, എല്ലാ രീതിയിലും ഇവരെ പറഞ്ഞ് എപ്പോഴും പരസ്യങ്ങളിലാണല്ലോ വീഴാറുള്ളത്. അങ്ങനെ വീഴ്ത്തും. ഉംറയ്ക്ക് കൊണ്ടുപോയി സ്ത്രീകളെ വലയിലാക്കുന്ന കുറേയധികം ഉസ്താദുമാർ. ഇവരിൽ നിന്നും ഭാരിച്ച പണം വാങ്ങി ഇന്ന ദിവസം കരിപ്പൂർ വിമാനത്താവളത്തിൽ എത്തിയാൽ മതി എന്ന് പറയും. പണവുമായിട്ട് ആളങ്ങ് മുങ്ങും. അങ്ങനെ മുങ്ങിയ ഒരുപാട് ഉസ്താദുമാരുമുണ്ട്. സ്ത്രീകളെ എന്താ സൗകര്യത്തിനാണ് കിട്ടുന്നത് എന്ന് നോക്കി ശരി അതും കൂടി അവരെയും കൂടി അങ്ങ് ഉപയോഗപ്പെടുത്തിയതിന് ശേഷം അല്ലാഹുവിനോട് പ്രാർത്ഥിച്ചാൽ മതിയല്ലോ. ആത്മീയതയുടെ മറവിലെ വലിയ രൂപത്തിൽ തട്ടിപ്പുകൾ നടക്കുന്നുണ്ട്. അൽ ചേർത്തിട്ടുള്ള തട്ടിപ്പുകൾ എമ്പാടും. ഇപ്പോൾ അൽ മുഖ്താദിർ ഗ്രൂപ്പ് കണ്ടില്ലേ? ഹലാൽ സ്വർണം. അതെ, സ്വർണം ഇരട്ടിപ്പിച്ച് നൽകാം എന്നതിനേക്കാൾ 0% പണിക്കൂലിയിൽ സ്വർണം നൽകാമെന്ന് പറയുന്നു. എന്നിട്ട് ഡെപ്പോസിറ്റ് ആണ് ഏറ്റവും കൂടുതൽ സ്വീകരിക്കുന്നത്. നിങ്ങൾക്ക് 2 വർഷം, 6 മാസം, 3 മാസം ഒക്കെ കഴിഞ്ഞിട്ട് സ്വർണം തരാം. നിങ്ങൾ എത്ര രൂപ ഡെപ്പോസിറ്റ് മണിയായിട്ട് നൽകുക. ആ പണം ഇട്ടിട്ടാണ് ഇയാള് കേരളത്തിന് പുറത്തുമൊക്കെ ഒരുപാട് ജ്വല്ലറികൾ അങ്ങ് തുറന്നത്. ഒറ്റ ദിവസം 3 ജ്വല്ലറികളൊക്കെ അങ്ങ് ഓപ്പൺ ചെയ്ത് കളയും. അങ്ങനെ കുറെ പെയ്ഡ് ആയിട്ടുള്ള പ്രൊമോഷൻസ് ആൾക്കാരെ ഇറക്കി ജ്വല്ലറി അങ്ങ് നിറയ്ക്കും ആളുകളെ കൊണ്ട്. നോക്കുമ്പോൾ അൽ ഉണ്ടല്ലോ, ഹലാൽ ഉണ്ടല്ലോ. ഇതൊക്കെ പടച്ചോന്റെ മാർഗത്തിലാണ് എന്ന് പറയുമ്പോഴാണ് ആകെ ഞമ്മന്റെ ആളുകൾക്ക് ഒരു സമാധാനമുള്ളത്. ഇപ്പോഴിതാ സംസം ഗ്രൂപ്പ്. ഇങ്ങനെ സംസം വെള്ളം മുതൽ ഹജ്ജാണെങ്കിലും ഉംറയാണെങ്കിലും അൽ ഹലാൽ സ്വർണമാണെങ്കിലും ഇങ്ങനെ വ്യത്യസ്തമായ രൂപത്തിലുള്ള ആത്മീയ തട്ടിപ്പുകൾ നമ്മുടെ മുഖ്യധാരാ മാധ്യമങ്ങൾ മനഃപൂർവ്വം മുക്കാറാണ് പതിവ്. കാരണം കാക്കാമാർക്ക് കോട്ടമുണ്ടാകുന്ന ഒരു വാർത്തയെ സംബന്ധിച്ച് മാധ്യമങ്ങൾ അനങ്ങത്തില്ല. കാരണം മാധ്യമങ്ങളുടെ പണം ഇവർക്കുണ്ടല്ലോ. ഇപ്പൊ അൽ മുഖ്താദിർ ഗ്രൂപ്പിന്റെ പരസ്യം ഏറ്റവും കൂടുതൽ മുഖ്യധാരാ മാധ്യമങ്ങളിലാണുള്ളത്. ആ പരസ്യത്തിന്റെ പേരിൽ കോടികൾ വാങ്ങുന്ന ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവര് വേറൊരു വാർത്ത കൊടുക്കുക. കണ്ണൂർ, കാസർഗോഡ്, വയനാട്, മലപ്പുറം ജില്ലകളിൽ നിന്നായിട്ട് 160ഓളം തീർത്ഥാടകരെ ഉംറയ്ക്ക് കൊണ്ടുപോയി തട്ടിപ്പ് നടത്തുന്ന അഷ്റഫ് സഖാഫിക്ക് ഇപ്പോഴും സുഖവാസമാണ്. നിങ്ങൾ കൂട്ടി നോക്കിക്കോ. 160 പേരെ 65,000 രൂപയാണ് ഉംറയ്ക്കെന്ന് പറഞ്ഞിട്ടാണ് ഈ പറ്റിപ്പ് നടക്കുന്നത്. 160 പേരുടെ 65,000 രൂപയുമായിട്ട് അഷ്റഫ് സഖാഫി മുങ്ങി. ലക്ഷക്കണക്കിന് രൂപയുടെ തട്ടിപ്പ് പുറത്തു വന്നിട്ടും അഷ്റഫ് സഖാഫി വെല്ലുവിളിച്ചുകൊണ്ടിരിക്കുന്നു. ഞാൻ ഇനിയും ഉംറ പാക്കേജ് നടത്തും. അഷ്റഫ് സഖാഫിയുടെ ശബ്ദ സന്ദേശം പുറത്തു വന്നിട്ടുണ്ട്. പോലീസ് ഇയാൾക്കെതിരെ ഇതുവരെ ഒരു നടപടിയും എടുത്തിട്ടില്ല എന്ന ആക്ഷേപവും ഇരകൾ ഉയർത്തുന്നുണ്ട്. പണം നഷ്ടപ്പെട്ടവർ. പക്ഷേ അഷ്റഫ് സഖാഫി എവിടെയാണെന്ന് അറിയില്ല. കാരണം അദ്ദേഹത്തിന് അറിയാം, അദ്ദേഹത്തിന് ഇനിയും ഹജ്ജിന് ആൾക്കാർ വരും, ഉംറയ്ക്ക് ആളുകൾ വരും, പണം തരാൻ ആളുകൾ വരും. മുസ്ലിം പുരോഹിതനല്ലേ. അപ്പൊ അഷ്റഫ് സഖാഫിയുടെ ആ ഒരു കോൺഫിഡൻസ് ഉണ്ടല്ലോ, അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാകുന്നുണ്ട് അയാൾക്ക് പിന്നിൽ നിന്ന് വലിയ ഒരു സംഘം പ്രവർത്തിക്കുന്നുണ്ടെന്ന്. അഷ്റഫ് സഖാഫിയുടെ ഉടമസ്ഥതയിലുള്ള മംഗലാപുരം പുത്തൂർ ആസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന മുഹമ്മദിയ ഹജ്ജ് ഗ്രൂപ്പ് വഴി ഉംറയ്ക്ക് പോയ ആളുകൾക്കാണ് പാതി വഴിയിൽ കുടുങ്ങേണ്ടി വന്നത്. തീർത്ഥാടകരെ മദീനയിൽ ഉപേക്ഷിച്ച ഏജന്റായ അഷ്റഫ് സഖാഫി പണവുമായി മുങ്ങി. ടിക്കറ്റ് ശരിയാക്കാനെന്ന് പറഞ്ഞിട്ടാണ് അയാൾ പുറത്തു പോയത്. സഖാഫി നാട്ടിലേക്ക് മുങ്ങി. ഇതോടെ പ്രായമായവരും ക്യാൻസർ രോഗികളും അടക്കം കൊടും തണുപ്പിൽ പെരുവഴിയിലായി. കണ്ണൂർ, കാസർഗോഡ്, വയനാട്, മലപ്പുറം ജില്ലകളിൽ നിന്നായി 160 പേരാണ് ഈ കള്ളന്റെ വലയിലകപ്പെട്ടത്. ഈ മുഹമ്മദിയ ഗ്രൂപ്പ് വഴി ഉംറയ്ക്ക് പോയ 160 പേർക്ക് 65,000 രൂപ വീതം നഷ്ടപ്പെട്ടു. 15 ദിവസത്തെ പാക്കേജ് എന്ന് പറഞ്ഞിട്ടാണ് കൊണ്ടുപോകുന്നത്. അങ്ങനെ അവർ ഒരുവിധം സൗദിയിലെത്തി. അഷ്റഫ് സഖാഫിയുടെ നേതൃത്വത്തിൽ വിവിധ ഇടങ്ങൾ സന്ദർശിച്ച സംഘം മദീനയിലെത്തി. ഇതോടെയാണ് മടക്ക് യാത്രയ്ക്ക് ടിക്കറ്റ് ശരിയാക്കാനാണ് എന്ന് പറഞ്ഞ അയാള് കോഴിക്കോടേക്ക് മുങ്ങുന്നത്. തുടർന്ന് ഇന്ത്യൻ കോൺസുലേറ്റും ഹജ്ജ് ഉംറ മന്ത്രാലയം ഒക്കെ ഇടപെട്ട് ഇവർക്ക് ഭക്ഷണവും താമസവും ഒക്കെ ഏർപ്പാട് ചെയ്ത് സമ്മർദ്ദത്തിന്റെ ഫലമായി ഏജൻസിക്ക് ബുക്ക് ചെയ്ത ടിക്കറ്റൊക്കെ നഷ്ടപ്പെട്ടു. മദീനയിൽ നിന്ന് 1200 കിലോമീറ്റർ അകലെ ദമാം വഴിയാണ് 3 വിമാനങ്ങളിലായിട്ട് യാത്ര ഷെഡ്യൂൾ ചെയ്തിരുന്നത്. 3 ബസ്സുകളിലായിട്ട് ഇവരെ മദീനയിൽ നിന്ന് ദമാമിലേക്ക് യാത്രയാക്കി. കൃത്യസമയത്ത് റിപ്പോർട്ട് ചെയ്യാത്തതിനെ തുടർന്ന് 2 വിമാനങ്ങൾ ഇവർക്ക് നഷ്ടപ്പെട്ടു. എന്തായിരുന്നാലും 3ാമത്തെ കണ്ണൂർ വിമാനം 8 മണിക്കൂറിലേറെ വൈകുകയും ചെയ്തു. ഇതോടെ മുഴുവൻ പേരും കഴിഞ്ഞ ദിവസം ദമാം വിമാനത്താവളത്തിൽ കുടുങ്ങിക്കിടന്നു. സ്വകാര്യ ടാക്സിയിൽ യാത്ര ചെയ്ത് ഏതാനും പേർക്ക് മാത്രമാണ് വിമാനം ലഭിച്ചത്. ബാക്കിയുള്ള ആളുകൾ വിമാനത്താവളങ്ങളിൽ കുടുങ്ങിക്കിടക്കുന്നു. ഇവർക്ക് ഭക്ഷണം പോലും മലയാളി സന്നദ്ധ സംഘടനകൾ എത്തിച്ചു കൊടുത്തു. വിമാനം നഷ്ടമായ ആളുകൾക്ക് പിന്നീട് സ്വന്തമായും സന്നദ്ധ സംഘടനകൾ വഴിയും ബന്ധുക്കൾ മുഖേനയും ഒക്കെ ടിക്കറ്റുകൾ ലഭ്യമാക്കിയാണ് മറ്റ് വിമാനങ്ങളിൽ യാത്ര. അതെന്തിനു പോയതാ? സ്വർഗം വാങ്ങിക്കാൻ. പാപങ്ങളൊക്കെ അവിടെ കഴുകിക്കളഞ്ഞ്
പുതിയൊരു മനുഷ്യന്മാരായിട്ട് തിരിച്ചു വരാൻ വേണ്ടിയിട്ട് പോയത്. ആരുടെ കൂടെയാണ് പോയത്? മുസ്ലിം പുരോഹിതന്റെ കൂടെ. പുരോഹിതൻ എന്താ ചെയ്തത്? പണം തട്ടിച്ചു മുങ്ങി. ഇവർക്കൊക്കെ എത്രമാത്രം ഇസ്ലാമിൽ വിശ്വാസം ഉണ്ടെന്ന് ആലോചിച്ചാൽ മതി. കൊടിയ തട്ടിപ്പാണി നടത്തിയത്. സക്കാഫിയുടെ നേതൃത്വത്തിൽ ഇതിനു മുമ്പും ഇതുപോലെയുള്ള പണത്തട്ടിപ്പുകൾ നടന്നിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. സംസം വെള്ളത്തിന് സക്കാഫി ഈടാക്കിയത് 100 മുതൽ 150 റിയാൽ വരെയായിരുന്നു. ഫ്രീ ആയിട്ട് കിട്ടുന്ന വെള്ളമാണ്. സൗദി റിയാൽ ഇന്ത്യൻ രൂപയാക്കി മാറി നൽകാം എന്ന് വാഗ്ദാനം ചെയ്ത് 10,000-ഓളം റിയാൽ കൈപ്പറ്റുകയും ചെയ്തു ഈ കൊണ്ടുപോയ ആളുകളിൽ നിന്ന്. കാരണം ഇവർ കൊണ്ടുപോകുന്നത് ഇന്ത്യൻ റുപ്പിയാണല്ലോ. ഇത് വാങ്ങിച്ചിട്ട് ശരി അവിടുത്തെ റിയാലാക്കി തരാം, എന്നാലല്ലേ ഇവർക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റും. അങ്ങനെയും കുറേ തട്ടിച്ചു. തീർത്ഥാടകർ പരാതിപ്പെട്ടു. അതോടുകൂടി ഏജന്റ് 4 മാസം മുമ്പ് ഉംറ തീർത്ഥാടകരുമായി എത്തിയ സമയത്തും സമാനമായ സംഭവങ്ങൾ നടന്നിരുന്നു എന്ന് റിപ്പോർട്ടുകൾ വരുന്നു. വർഷങ്ങൾക്ക് മുമ്പ് ദമാമിൽ ഉംറ ഹജ്ജ് സേവനങ്ങൾ നൽകിയിരുന്നു അഷ്റഫ് സഖാഫി. ഇയാൾ ഹജ്ജിന്റെ പേരിൽ സാമ്പത്തിക തട്ടിപ്പ് നടത്തിയതിനെ തുടർന്നാണ് നാട്ടിലേക്ക് മടങ്ങിയത്. ഇപ്പോൾ ഇത്രയധികം പരാതികൾ വന്നിട്ടും അധികൃതർ കാര്യമായ നടപടികൾ എടുക്കുന്നില്ല. അതിനിടയിൽ സംഭവം ഒത്തുതീർപ്പാക്കാനും ഒരു വിഭാഗം ആളുകൾ ശ്രമിക്കുന്നുണ്ട്. അങ്ങനെയാണ് ഒരു മരണം നടന്നാൽ പോലും നിങ്ങൾക്ക് പൈസയ്ക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ തരാൻ തരാൻ, നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞ് കുറെ കോംപ്രമൈസിന് വേണ്ടിയിട്ട് പണം ഇറക്കിയ ആളുകൾ രംഗത്ത് വരും. മക്കയിലുള്ള യോനി വിഗ്രഹത്തിൽ മുത്താൻ, അതുപോലെ പിശാചിന്റെ രൂപത്തിൽ ഒന്ന് കല്ലെറിയാൻ, ഇബ്രാഹിം നബിയുടെ കരിങ്കൽ കാൽപാദ വിഗ്രഹം മുന്നിൽ കണ്ടൊന്ന് നമസ്കരിക്കാൻ ഫ്ലൈറ്റ് പിടിച്ച് പോകാനുള്ള തിരക്കിലാണ് ആളുകൾ. എന്തായിരുന്നാലും ഇവർക്ക് അഭിവാദ്യങ്ങൾ നേരണം, ആശംസകൾ നേരണം, ഒരു നല്ല മടക്കയാത്രയ്ക്ക് സാധിക്കട്ടെ എന്ന് പറയണം. കാരണം വിഗ്രഹാരാധന പാടില്ല എന്ന് പറഞ്ഞിട്ട് ഹജ്ജിനകത്ത് നടക്കുന്നതെല്ലാം വിഗ്രഹാരാധന. ഇബ്രാഹിം നബി മോനെ കൊണ്ടുപോയി ബലിയിറക്കാൻ വേണ്ടിയിട്ട് പോയ സമയത്ത് പിശാജ് അവിടെ നിന്നിട്ട് മോനെ അർക്കലടാന്ന് പറഞ്ഞതിൻ്റെ പേരിൽ അവനെ കല്ലെറിഞ്ഞ ഇബ്രാഹിം നബിയുടെ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട് പിശാജിന്റെ പ്രതിരൂപങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ട് 3 കല്ലെറിയാനുള്ള തിക്കിലും തിരക്കിലും പെട്ട ഒരുപാടെണ്ണം ചത്തും പോകുന്നുണ്ട്. ഇതൊന്നും പറഞ്ഞാൽ ഒരു വിഭാഗം ആളുകൾക്ക് മനസ്സിലാകത്തില്ല. മുസ്ലിങ്ങൾക്ക് മനസ്സിലാകാത്തത് നമുക്ക് മനസ്സിലാകും, ഹിന്ദുക്കൾക്കും ക്രിസ്ത്യാനികൾക്കും എന്താ മനസ്സിലാകാത്തതെന്ന് നമുക്ക് മനസ്സിലാകാത്തത്. ഇപ്പോൾ അമ്പലത്തിലോ അതല്ലെങ്കിൽ ക്ഷേത്രത്തിലോ പഴനി, ഗുരുവായൂർ ഇവിടൊക്കെ പോയാൽ ഗണപതി ഹോമം, ഭഗവതി സേവ ഇതൊക്കെ നടത്തിയാൽ വലിയ രൂപത്തിലുള്ള അച്ചടക്ക നടപടികൾക്ക് വിധേയമാകും. ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും വിഗ്രഹാരാധന നടത്തുന്നുണ്ടോ എന്ന് നമ്മൾ ചൂടുന്ന് അന്വേഷിച്ച് പിന്നാലെ നടക്കും. പക്ഷേ മുസ്ലിങ്ങളുടെ സ്വർഗത്തിൽ നിന്ന് കൊണ്ടുവന്ന യോനിക്കല്ലുണ്ടല്ലോ, അതിനെ മുത്തുന്നതും മണത്തുന്നതും കില്ല പിടിച്ച് കുലുക്കുന്നതും പിന്നെ പിശാചിനെ കല്ലെറിഞ്ഞ് ഓടിക്കുന്നതും അതുപോലെ ആ ഒരു കഅബാലയം അതിനകത്ത് വലം വയ്ക്കുന്നതും അതൊന്നും നമ്മളെ സംബന്ധിച്ചിടത്തോളം വിഗ്രഹാരാധനയൊന്നുമല്ല. ഇങ്ങനെ എമ്പാടും തട്ടിപ്പുകളും വെട്ടിപ്പുകളും സാമ്പത്തിക ചൂഷണങ്ങളും ഈ ആത്മീയതയുടെ നടക്കുമ്പോൾ എത്ര പേർ അതിനെതിരെ ശബ്ദിക്കുന്നു നോക്കി. ഇതാണ് മതം എതിർഭാഗത്തു വില്ലനായി വന്നാൽ മാധ്യമങ്ങളും അതുപോലെ നവോത്ഥാന പുലികളൊക്കെ ഉണ്ടല്ലോ, അവർ തൽക്കാലം മൗനവ്രതത്തിലായിരിക്കും. ഇത് നമുക്ക് പറയാതിരിക്കാൻ പറ്റുമോ? നന്ദി.